മോളെ ചേർക്കാൻ കൊണ്ടുപോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത് അണിഞ്ഞൊരുങ്ങുന്നത്. പിന്നെ ഇതാ ഇന്ന് നമ്മൾ പൊറാട്ട കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അപ്പോൾ പൊറാട്ട ഉണ്ടാക്കിയതല്ല, എൻ്റെ കയ്യിൽ നല്ല നന്നായിട്ടൊന്ന് ചെത്തിപ്പോയിട്ടോ. രണ്ടാമത്തെ അനിയത്തിൻ്റെ മോൻ പറഞ്ഞിരുന്നു മുളക് അത് മുട്ട ഫ്രൈ ആക്കി ഉണ്ടാക്കുന്നുണ്ട്, ഈ മുളക് പൊടിയും മസാലയൊക്കെ ഇട്ടിട്ട് തന്നിട്ടോ. ഹലോ ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും മക്കളും ഇവിടെ അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പുക പടയാണ് കേട്ടോ. കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് 5 മക്കളും ഞാനും അനിയത്തിയാളെ മക്കളും എല്ലാവരും കൂടി 9ഓളം കുട്ടിപ്പട്ടാളങ്സ് ഉണ്ട് കേട്ടോ ഇപ്പം പെരിയിൽ. പിന്നെ ഇതാ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനും അച്ചുട്ടീന് മദ്രസക്ക് ചേർക്കാൻ പോകണം, ഞങ്ങൾ അച്ചുട്ടീനെ കേട്ടോ. അപ്പോൾ ഓക്ക് ശരിക്കും പറയാൻ കഴിഞ്ഞ വർഷം ചേർക്കേണ്ടതാണ്, 5 വയസ്സ് ചേർക്കേണ്ടതാണ് കേട്ടോ. പക്ഷെ ആള് വലിപ്പമില്ലാത്തതുകൊണ്ടും പിന്നെ LKG ചേർത്തതുകൊണ്ടും രണ്ടും കൂടി ഗതികേടാന്നൊക്കെ വിചാരിച്ചിട്ട് ഈ വർഷമാണ് കേട്ടോ ഓളെ മദ്രസ ചേർക്കുന്നത്. എല്ലാ കുട്ടികളെയും 5-ാം വയസ്സിൽ ഞാൻ ചേർത്തിക്കണം കേട്ടോ. ഓളെ മാത്രമാണ് ഇപ്പോൾ 6-ാം വയസ്സിലായത്. അങ്ങനെ ഇതാ ഓളൊക്കെ റെഡിയായി. താത്താടെ മോക്കനെയും അത് ഓളെ അടുത്തുള്ളൊരു മായാവി ഉടുപ്പുണ്ട് കേട്ടോ, ഓൾക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തൊരു ഉടുപ്പാണ് കേട്ടത്. ആ ഉടുപ്പൊക്കെ ഇട്ട് ഓള് സുന്ദരിയായി സർട്ടിഫിക്കറ്റും ആധാർ കോപ്പിയും ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ പോവാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് കരഞ്ഞൊക്കെ ചെയ്തിട്ടാ, പെട്ടെന്ന് തന്നെ ചേർത്ത് വരും മിഠായി കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഹാപ്പി ആക്കണം കേട്ടോ. അപ്പോൾ ഇക്കാടെ വണ്ടിയിലാണ് ഇക്കാണ് ചേർക്കാൻ കൊണ്ടുപോകണത്. അപ്പോൾ അതാ ഓളിവിടെ റെഡിയായി വണ്ടിയിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ആധാർ കോപ്പിയും സർട്ടിഫിക്കറ്റും ആണ് കേട്ടോ കയ്യിൽ പിടിച്ചാൽ പറഞ്ഞേക്കണായിട്ട് ചേർക്കാൻ. അപ്പോൾ അത് ഓളെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇക്കാണ്ട് അകത്താണ് ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അച്ചുട്ടി ചായയും ദോശയും ഒക്കെ തിന്നാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ദോശയും 1 ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വരും കേട്ടോ, ചേർത്തിക്കാണ്ട് പോരാനാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചുട്ടി ഇവിടെ തന്നെ മടങ്ങിയെത്തിക്കണം കേട്ടോ. കയ്യിലൊരു മിഠായി ഉണ്ട്. പിന്നെ മദ്രസക്ക് മിഠായി വാങ്ങി കൊടുത്തുകൊണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ വാങ്ങിക്കൊടുത്തപ്പോൾ ഓക്കൊരു പാക്കറ്റ് ഓക്കും വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഠായിയൊക്കെ ആയിട്ടാണ് ഓള് വന്നിക്കണത്. ഒരു നാളെ കിട്ടും നാളല്ലേ? പിന്നെ അങ്ങനെ അച്ചൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ ഓള് മിഠായി എല്ലാവർക്കും കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അപ്പോതിനിക്ക പൊറാട്ട കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പൊറാട്ട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്നലെ കഴുത്തപ്പൊക്കെ ചുട്ട് കഴുത്തപ്പം കട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് ചെത്തിപ്പോയിട്ടാണ്. അപ്പോൾ പിന്നെ പൊറാട്ട ചുടാൻ കുഴക്കാനും പത്തിരി കുഴക്കാനും ഒന്നും കൈ കൊണ്ട് വയ്യട്ടോ. അപ്പോൾ പിന്നെ പൊറാട്ട കടയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവച്ചു ചിക്കൻ്റെ കറി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്തിട്ട് ഇങ്ങോട്ട് കറി റെഡിയാക്കാണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മക്കളെല്ലാവരും എണീറ്റ് വന്ന് കുറച്ച് മുന്നേ ഞാനും അച്ചു ആദ്യമൊക്കെ കുറച്ച് മുന്നേ ചായയും കടിയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. ഇവർ കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റ് വന്നത്. ഇവരെല്ലാവരും കേട്ടോ, അനിയത്തിയാളെ മക്കളും ഒക്കെ കേട്ടോ. പിന്നെ കുറച്ച് മെഷീനിൽ കുറച്ച് പുതപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മെഷീനിലിട്ട് തിരുമ്പി വെച്ചതാണ്, ഒലുമ്പിയും വെച്ചിരിക്കണം കേട്ടോ. പക്ഷെ എന്നാലും അത് രാവിലെ എടുത്തിട്ടൊന്ന് ബക്കറ്റിലൊന്ന് എടുത്ത് ഒലുമ്പ് കേട്ടോ. ഒലുമ്പിയിട്ട് അങ്ങോട്ട് തോരടാൻ വേണ്ടി ഉണക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാണല്ലോ അല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഒലുമ്പി എടുത്തിട്ട് തോരടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മക്കളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ചായപ്പടം അങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറ്റുപാട് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ചായപ്പട കഴിഞ്ഞിട്ട് എല്ലാവരും കളിച്ചാൻ പോട്ടെ. ഗ്രൗണ്ട് ഉണ്ട് മേലോർത്തിട്ടാ. അപ്പോൾ അവിടേക്ക് എല്ലാവരും കളിച്ചാൻ പോട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ എൻ്റെ മക്കളുണ്ട്, അഞ്ചത്തിയാളെ മക്കളുണ്ട്, ഒക്കെപ്പാടെ 9 കുട്ടിപ്പട്ടാളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരെല്ലാവരും ചായയും കൊടിയും കുടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണം, എന്നെങ്കിലും നമ്മളെ പണികൾ നോക്കാൻ പറ്റുള്ളൂ, വേറെ പണികൾ തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഓരൊക്കെ പോയി ചായയും കടി കുടിച്ച് കഴിഞ്ഞിട്ട് കളിച്ചാനായിട്ട് പോകും. പിന്നെ കളിയൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറുന്ന ടൈമിൽ എത്തുള്ളൂ കേട്ടോ. അപ്പം മെഷീനിലിട്ടൊന്ന് ഉണക്കൂട്ടാം. മെഷീനിലിട്ട് ഉണക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും. അല്ല ഞാൻ പിന്നെ പിറ്റേ ദിവസത്തിന് കാത്തിക്കണ്ട
വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ. അപ്പോൾ മെഷീനിലിട്ടതാ മൊത്തമായിട്ട് നമ്മളങ്ങോട്ട് തോരട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരുമ്പലേ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ മെഷീനിൽ പറഞ്ഞത് പുതപ്പും ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ ഞാൻ ഇടലുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കല്ലുമിട്ട് തിരുമ്പൽ തന്നെയാണ്. അല്ലാതെ ചളിയില്ലാത്ത പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോരട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചക്കത്തെ ചോറിനുള്ള ഉച്ചക്ക് ചോറ്റിനുള്ള ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണമല്ലോ അല്ലേ. അപ്പോൾ ചിരങ്ങുണ്ട് കേട്ടോ. ചിരങ്ങൻ്റെ കറി വെക്കണം അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ നമ്മളെ ഫോൺ ഞാൻ പറഞ്ഞല്ലോ, ഫോണ് വീണ് ആകെ തവിട് പൊടിയേക്കണം കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോസൊന്നും ക്യാമറ എടുക്കാനും പറ്റണില്ല, ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ. ഇത് പിന്നെ ഇക്കാൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ചുറ്റി മദ്രസക്ക് പോകേണ്ട ഇത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫോൺ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല നന്നാക്കാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഊർക്കാപ്പിളാണെങ്കിലോ നിറയെ മരത്തുമ്പോൾ ഊർക്കാപ്പിളുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാനെടുത്ത് ഇന്നലെ അച്ചാറിട്ട് അപ്പോൾ ഉണ്ടാകുമ്പോൾ ഒക്കെ പാടുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്തുണ്ടായത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പിന്നെ ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ അച്ചാറിടാണെങ്കിൽ കുറേ അച്ചാറിട്ട് ഇടാനുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ നോമ്പിനൊക്കെ ഇടിച്ചൊക്കെ ഉണ്ടാക്കാൻ കുറേ ഈ പ്രാവശ്യം ഇടിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മരത്തുമ്മ ഉണ്ട് പക്ഷേ നമ്മൾ എടുത്ത് ഉണ്ടാക്കിയിട്ടില്ലെന്ന്. അപ്പോൾ നോമ്പ് കഴിയട്ടെ എന്നിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് കണ്ട് അടിയിൽ 2 ഇടിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. അത് 2 വലിയ ചക്ക വയ്ക്കണം. അപ്പോൾ ഇടിച്ചക്കൻ്റെ പ്രായം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഇടിച്ചക്ക ഉണ്ടാക്കാനും പറ്റില്ല. അങ്ങനെ ഇതാ പിന്നെ ഉച്ചക്കത്തെ വീഡിയോ ഉണ്ട് ഈ കാണിക്കണത്. അപ്പോൾ ഞാനിതാ കറിയൊക്കെ റെഡിയാക്കി. കറിയൊക്കെ കുമ്പളങ്ങ കറി വെക്കണ മാതിരി ചിരങ്ങ കൊണ്ടാണ് കറി വെച്ചിട്ടോ. പിന്നെ രണ്ടാമത്തെ അനിയത്തിൻ്റെ മോൻ പറഞ്ഞിരുന്നു ഓന് മുട്ട ഫ്രൈ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ട പൊഴിഞ്ഞിട്ട് ഗരം മസാലയും ചിക്കൻ മസാലയും മുളക് പൊടിയും കറിവേപ്പിൻ്റെ ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല തേച്ചിക്കാണ്ട് റെഡിയാക്കിക്കണ്. പിന്നെ അതാ പയറുപ്പേരി ഉണ്ടാക്കിക്കണ്. പിന്നെ മീനാണ് കേട്ടോ. ഇന്ന് മീൻ പൊരിച്ചതാണ് കേട്ടോ. മീൻ കോരമീനാണ് കിട്ടിക്കണ കേട്ടോ. അപ്പോൾ അതും പൊരിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മുട്ടയുണ്ട്, അല്ലാത്തവർക്ക് മീനുണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇട്ടാ നമുക്ക് പണി എന്ത് കളിയാ മോനത്? ഇതെന്ത് കളിയാ പറയാ? ഫുട്ബോൾ കളി. ഇതാരാ ജയിച്ചത് ഇപ്പോൾ? രണ്ടും തലം പോ. അങ്ങനെ എൻ്റെ ചുട്ടി മദ്രസക്ക് പോയതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓള് മദ്രസക്കൊക്കെ പോയപ്പോൾ ചെറുതായിട്ട് നുണോളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ നീച്ച് ഉണർത്തിയതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ചുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പോയപ്പോൾ കരഞ്ഞിട്ടാണ് പോയത്. എന്നാലും പെട്ടെന്ന് വരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന ഉസ്താദിനെ കണ്ടോ? അതൊക്കെ പറഞ്ഞെടുക്ക കൊറേ സാധനങ്ങൾ ബാഗോ സ്ലേറ്റ് കിട്ടും, കളർ കിട്ടും, ബുക്ക് കിട്ടും, പൊരിപ്പ് കിട്ടും, പിന്നെ ഇത് കിട്ടും. മദ്രസക്ക് മുട്ടായി കൊടുത്തില്ലേ? മദ്രസക്ക് മുട്ടായി വലിയ പാക്കറ്റ് മുട്ടായി പാക്കറ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു ഓളപ്പച്ചി. ഓള് എന്താ പേര് വെച്ചാ? ഓള് വല്ലതും ഇങ്ങോട്ട് മുട്ടായി കൊടുന്നു, ആ കാക്കാക്ക് മുട്ടായി കൊടുന്നിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളു. മക്കളെല്ലാരും അവിടെ കളിയിലാണ്. കളിച്ചാൻ വരുന്ന അടുത്ത് വരെയുള്ള ഗ്രൗണ്ട് ഉണ്ട് ഇളാപ്പാന്റെ മുറ്റത്ത്. അപ്പൊ അങ്ങോട്ട് കളിച്ചാൻ പോയിട്ട് അനിയത്തിയുടെ മക്കളൊക്കെ ഉണ്ട് അവിടെ. എല്ലാരും പോയിട്ട് എല്ലാരും ഞങ്ങൾ വേഗം പോയി വിരുന്ന് പോയി വന്നപ്പോ ഓര് പോകുന്നതാണ് കേട്ടോ. അവിടെ മുത്തമ്മാന്റെ അടുത്ത് നിൽക്കാനായിട്ട് പോകുന്നതാണ്. അപ്പൊ ഈ പൊന്നൂസ് അടതാ TV കണ്ടോണ്ടിരിക്കണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു. Waalaikumsalam.